CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസാണ് എന്നോടൊപ്പം ഉള്ളത്. ഇന്നലെ ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു പറഞ്ഞത് ഈ ഷാഫി പറമ്പിൽ MP ഈ ഭംഗിയുള്ള സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ ബംഗളൂരുവിലേക്ക് വിളിക്കുകയാണ് എന്നുള്ളതാണ്. അതൊരു അധിക്ഷേപ പരാമർശം എന്നുള്ളതാണ് ഷാഫിയും കോൺഗ്രസ് നേതാക്കളും എല്ലാം തന്നെ പറയുന്നത്. അങ്ങനെ ഒരു തെളിവുമില്ലാതെ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് ശരിയാണോ? കോൺഗ്രസ് പാർട്ടി രാഷ്ട്രീയമായി കേരളത്തിൽ അതീവ ഗുരുതരമായി ജീർണതയിൽപ്പെട്ടിരിക്കുന്നു. ആ ജീർണത കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ പൊതുവിൽ ബാധിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. കോൺഗ്രസ് പാർട്ടിയുടെ ഈ ജീർണതയിൽ നിന്ന് കോൺഗ്രസിനെ എങ്ങനെ കരകയറ്റാം എന്നുള്ളത് കോൺഗ്രസ് പാർട്ടിയാണ് ആലോചിക്കേണ്ടത്. ഞങ്ങൾക്ക് അതിൽ ബാധകമല്ല, ഞങ്ങളുടെ പാർട്ടിയല്ല, ആ കോൺഗ്രസ് അതിനെപ്പറ്റി പറയേണ്ടത്. അല്ല, ഈ പാർട്ടി എന്നുള്ളതിനപ്പുറം ഷാഫി എന്ന വ്യക്തിയെ കേന്ദ്രീകരിച്ചാണ് ഇന്നലെ പറഞ്ഞത്. അങ്ങനെ ഒരു അഭിപ്രായം താങ്കൾക്കും പാർട്ടിക്കും ഉണ്ടോ? കോൺഗ്രസ് പാർട്ടി രാഷ്ട്രീയമായി ജീർണിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാ അർത്ഥത്തിലും രാഷ്ട്രീയമായി ജീർണതയിലേക്ക് പോയി. ആ രാഷ്ട്രീയ ജീർണതയിൽ നിന്ന് കോൺഗ്രസ് പാർട്ടിയെ രക്ഷിക്കാനുള്ള കാര്യം അവരാണ് ആലോചിക്കേണ്ടത്. ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചല്ല ആക്ഷേപം. അവരാലോചിച്ച് അവർ പറയട്ടെ, കോൺഗ്രസിലെ പറയേണ്ടത് അതൊക്കെ. അല്ല, ഈ ഷാഫി എന്ന വ്യക്തി ഇങ്ങനെ സ്ത്രീകളെ കോൺഗ്രസ് പാർട്ടി രാഷ്ട്രീയമായി ജീർണിക്കപ്പെട്ടിരിക്കുന്നു. ആ രാഷ്ട്രീയ ജീർണതയിൽ നിന്ന് കോൺഗ്രസിനെ രക്ഷിക്കാനുള്ള മാർഗം അവരാലോചിക്കട്ടെ. ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അതൊരു രാഷ്ട്രീയ വിമർശനമാണ് കോൺഗ്രസ് പാർട്ടി ജീർണിച്ചു എന്നുള്ളത്. ഇത് മറിച്ച് രാഷ്ട്രീയ വിമർശനം അപ്പുറത്ത് ഒരു വ്യക്തി വിമർശനമാണ് ഇന്നലെ ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അത് അംഗീകരിക്കുന്നുണ്ടോ? രാഷ്ട്രീയമായി കോൺഗ്രസ് പാർട്ടി ജീർണിക്കപ്പെട്ടിരിക്കുന്നു. ആ പാർട്ടിയുടെ രാഷ്ട്രീയ ജീർണതയിൽ നിന്ന് കോൺഗ്രസിനെ രക്ഷിക്കാൻ കോൺഗ്രസ് മുമ്പിലേക്ക് വരട്ടെ. ഞങ്ങളുടെ അഭിപ്രായം അതാ. ഇപ്പോൾ എറണാകുളത്ത് ഈ ഷൈൻ ടീച്ചർക്കെതിരെ ഒക്കെ ഉണ്ടായ ഈ വ്യക്തി അധിക്ഷേപം അത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. അതിന് സമാനമായ ഒരു കാര്യം തന്നെയല്ലേ ജില്ലാ സെക്രട്ടറി ഇന്നലെ പറഞ്ഞത്? കോൺഗ്രസ് പാർട്ടി രാഷ്ട്രീയമായി ജീർണതയുടെ പടുകുഴിയിലാണ്. ആ കോൺഗ്രസ് പാർട്ടിയെ രാഷ്ട്രീയ ജീർണതയിൽ നിന്ന് രക്ഷിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നുള്ളത് അവരാലോചിക്കട്ടെ. ഞങ്ങൾക്ക് അതിനൊന്നും കളയാൻ സമയമില്ല. അതായത് ജില്ലാ സെക്രട്ടറി ഇന്നലെ പറഞ്ഞ ആ വാദത്തോട് യോജിക്കുന്നില്ല. കോൺഗ്രസ് പാർട്ടി രാഷ്ട്രീയമായി ജീർണതയിൽപ്പെട്ടിരിക്കുന്നു. ആ രാഷ്ട്രീയ ജീർണതയുടെ ചളിക്കുണ്ടിൽ നിന്ന് കോൺഗ്രസ് പാർട്ടിയെ രക്ഷിക്കാൻ അവർ മുമ്പിലേക്ക് വരട്ടെ. എല്ലാ ചോദ്യങ്ങൾക്കും ഒരേ ഉത്തരമാണ്. ഒരേ ഉത്തരമാണ് എല്ലാത്തിനും. കോൺഗ്രസ് പാർട്ടി രാഷ്ട്രീയമായി ജീർണതയിൽപ്പെട്ടിരിക്കുന്നു. ആ ജീർണതയിൽ നിന്ന് കോൺഗ്രസ് പാർട്ടിയെ കരകയറ്റാൻ അവരാരെങ്കിലും ശ്രമിക്കട്ടെ. ഇന്നലെ ജില്ലാ സെക്രട്ടറി പറഞ്ഞ അതേ വിഷയം പൊതുസമൂഹത്തിൽ ഉയർത്തിക്കാട്ടുമോ ഷാഫിക്കെതിരായ ആരോപണം? പൊതുസമൂഹത്തിൻ്റെ മുമ്പിലുള്ള പ്രശ്നങ്ങളാണ് ഞങ്ങൾ പറയുന്നത്. കോൺഗ്രസ് പാർട്ടി രാഷ്ട്രീയമായി ജീർണതയുടെ പടുകുഴിയിലാണ്. ആ രാഷ്ട്രീയ ജീർണതയിൽ നിന്ന് കോൺഗ്രസ് പാർട്ടിയെ രക്ഷിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നുള്ള അവരാലോചിക്കട്ടെ. ഈ കോൺഗ്രസ് പാർട്ടിയുടെ ജീർണതയെക്കുറിച്ച് പറയുന്നതിനോടൊപ്പം ഈ വ്യക്തികളെ കേന്ദ്രീകരിച്ച് ഇപ്പോൾ രാഹുലിനെതിരായ ആരോപണം തെളിവുകൾ സഹിതം വന്നിരുന്നു, ചില ഓഡിയോ ക്ലിപ്പുകളൊക്കെ വന്നിരുന്നു. അതല്ലാതെ ഓരോ വ്യക്തികളെ കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള പ്രചരണത്തിലേക്ക് CPM പോകുമോ? കോൺഗ്രസ് പാർട്ടിയാണ് ആലോചിക്കേണ്ടത്. ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല ഇതൊന്നും. CPMന് അതിനൊന്നും കളയാൻ സമയമില്ല. കോൺഗ്രസ് പാർട്ടി നന്നാവാൻ അവർ തീരുമാനിക്കട്ടെ, അവരല്ലേ ആലോചിക്കേണ്ടത്. അതായത് ഈ വ്യക്തി കേന്ദ്രീകരിച്ചുള്ളത് ഉണ്ടാവില്ല എന്നാണോ? കോൺഗ്രസ് പാർട്ടി രാഷ്ട്രീയമായി ജീർണിച്ചിരിക്കുന്നു. അതിനെ എങ്ങനെയെങ്കിലും കരകയറ്റാൻ വല്ല മാർഗമുണ്ടോ എന്നുള്ള അവരാലോചിക്കട്ടെ. ഇന്നലെ EN സുരേഷ് ബാബു പറഞ്ഞതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? കോൺഗ്രസ് പാർട്ടി രാഷ്ട്രീയമായി ജീർണിച്ചിരിക്കുന്നു. ആ രാഷ്ട്രീയ ജീർണതയിൽ നിന്ന് കരകയറാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നുള്ള അവരാലോചിക്കട്ടെ. ഇപ്പോൾ SP-ക്ക് പരാതിയായിട്ട് പോയിട്ടുണ്ട് ഈ ജില്ലാ സെക്രട്ടറി ഇന്നലത്തെ പ്രസ്താവന. കോൺഗ്രസ് പാർട്ടിയുടെ ജീർണതയെ രക്ഷിക്കാനല്ലേ, അത് അവർ നോക്കട്ടെ. എന്തായാലും എല്ലാ ചോദ്യങ്ങൾക്കും ഏതാണ്ട് സമാനമായ ഉത്തരമാണ് NN കൃഷ്ണദാസ് നൽകുന്നത്. എന്തായാലും ഇന്നലെ ഷാഫി പറമ്പിലിനെതിരെ പറഞ്ഞ ആ പ്രസ്താവന അദ്ദേഹം ഏറ്റുപിടിക്കുന്നുമില്ല. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് ഇജ്മൽ, മീഡിയ 1 പാലക്കാട്.